തടയൽ സമരമാണ് SDPI വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കരാർ കമ്പനി, മകാട് കമ്പനി ഇവിടെ സോയിൽ നെയിലിംഗ് പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കാലവർഷത്തിന് മുമ്പ് വടകര മണ്ഡലത്തിലെ മുക്കാളിയിലും വടപ്പള്ളിയിലും മൂരാടും ഇവർ സോയിൽ നെയിലിംഗ് പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ആശങ്ക അറിയിക്കുകയും ഇത് ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ട് പോലും ഇത് ജർമ്മൻ ടെക്നോളജിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയുമായി അവർ മുമ്പോട്ട് പോയി. കാലവർഷം കനത്തു, മഴ നിവർത്തി പെയ്തതോടുകൂടി 3 സ്ഥലത്തുമുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുകയുണ്ടായി. മണ്ണിടിയുക മാത്രമല്ല, ഗതാഗതം താറുമാറായി. ദിവസങ്ങളോളം ഗതാഗതക്കുരുക്കുണ്ടായി, മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഗതാഗതക്കുരുക്കുണ്ടായി. അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ, കുടുംബങ്ങള് വളരെയധികം ഭീതിയിൽ കഴിഞ്ഞു. അന്ന് മുക്കാളിയിലെ അധികാരികളും മകാട് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയൊക്കെ വന്നുകൊണ്ട് ആ മുക്കാളിയിലെ കുടുംബങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾ മാറ്റിപ്പാർപ്പിക്കാൻ തയ്യാറാണ്, ഈ ഭൂമിയടക്കം ഏറ്റെടുക്കാൻ തയ്യാറാണ്, തൽക്കാലത്തേക്ക് നിങ്ങൾ വാടക ഒരു വീട്ടിലേക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുടുംബങ്ങളെ വാടക വീട്ടിലേക്ക് മാറ്റി. 1 മാസം മാത്രമാണ് അവർ വാടക കൊടുത്തത്. പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കുടുംബങ്ങൾ ഇന്നും വേദന നിന്നുകൊണ്ട് അവിടെ കഴിയുകയാണ്. ഇന്നും ആ ഇടിഞ്ഞു വീണ ആ സോയിൽ നെയിലിംഗ് പദ്ധതി അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്.